വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരം സിപിഐഎമ്മിൽ വിഭാഗീയത പുകയുന്നുവെന്ന വാർത്ത തള്ളി ജില്ലാ നേതൃത്വം. വിഴിഞ്ഞം സമരപരിപാടിയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം വി ശിവൻകുട്ടിയെ കോവളം ഏരിയ കമ്മിറ്റി ഒഴിവാക്കിയത് വലിയ ചർച്ചയായിരുന്നു. എന്നാൽ ആക്ഷേപങ്ങൾ ശക്തമായി നിലനിൽക്കെ ജില്ലയിൽ വിഭാഗീയതയില്ലെന്ന് തെളിയിക്കാൻ പരാതിക്കാരനായ വി ശിവൻകുട്ടിയെ ഒപ്പമിരുത്തി വാർത്താസമ്മേളനം നടത്തിയാണ് ജില്ലാ നേതൃത്വം മാധ്യമങ്ങൾക്ക് മറുപടി നൽകിയത്. കനത്ത തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിലെ സിപിഐഎമ്മിൽ വിഭാഗീയത മറനീക്കി പുറത്തുവരുന്നുവെന്ന സൂചനകൾക്കിടയിലാണ് സിപിഐഎമ്മിന്റെ വിഴിഞ്ഞം സമരം പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. കോവളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിരോധ സംഗമത്തിൽ നിന്ന് മുതിർന്ന നേതാവ് വി ശിവൻകുട്ടിയെ ഒഴിവാക്കിയതായിരുന്നു ഒടുവിലത്തെ തർക്കം. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി വി ജോയ് ഉൾപ്പെടെയുള്ള പ്രമുഖരെല്ലാം പങ്കെടുത്തപ്പോഴായിരുന്നു ശിവൻകുട്ടിയെ ക്ഷണിക്കാതിരുന്നത്. ഇതിനെതിരെ ശിവൻകുട്ടി തന്നെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനെ ഫോണിൽ വിളിച്ച് പരാതി അറിയിക്കുകയും ചെയ്തു. ജില്ലയിൽ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുടെ നേതൃത്വത്തിൽ പരാതിക്കാരനായ ശിവൻകുട്ടിയെ മുന്നിലിരുത്തി പത്രസമ്മേളനം വിളിച്ചത്. ചില നേതാക്കളെ അടർത്തി മാറ്റി അവർ പ്രത്യേകമാണെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്ന് ജില്ലാ സെക്രട്ടറിയും MLA-യുമായ വി ജോയ് ആരോപിച്ചു. കോവളം ഏരിയ കമ്മിറ്റി അവിടെ ഒരു പ്രാദേശികമായ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ആ പ്രതിഷേധ പരിപാടിയിൽ ശിവൻകുട്ടി സാഹിബിനെ പോലൊരാളെ പങ്കെടുപ്പിച്ചില്ല, അത് വിഭാഗീയതയാണ് എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ചില നേതാക്കന്മാരെ അടർത്തി മാറ്റി അവർ പ്രത്യേകമാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമമാണ് ചില മാധ്യമങ്ങൾ നടത്തി വരുന്നത്. ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഒരു പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ കൂടെ കൊടുക്കരുത് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു കാര്യം. വി ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആക്കിയതിൽ പ്രതിഷേധിച്ച് ശിവൻകുട്ടി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും തിരുവനന്തപുരം കോർപ്പറേഷൻ അവിശ്വാസ പ്രമേയ വിഷയത്തിൽ ഇരുവരും വ്യത്യസ്ത നിലപാട് പരസ്യമാക്കിയതുമെല്ലാം തലസ്ഥാനത്തെ പാർട്ടിയിലെ ചേരിതിരിവ് വ്യക്തമാക്കുന്നതായിരുന്നു. എന്നാൽ തങ്ങൾക്കിടയിൽ ഭിന്നിപ്പില്ലെന്നും മാധ്യമങ്ങൾ ബ്രാഞ്ചിലെ ചെറിയ കാര്യങ്ങൾ പോലും പർവ്വതീകരിക്കുകയാണെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. എത്ര യോഗം തിരുവനന്തപുരത്ത് CPI നടത്തുന്നു? അതിൽ ഏതെല്ലാം യോഗങ്ങളിലാണ് കടകംപള്ളി സുരേന്ദ്രൻ പോകുന്നത്, ശിവൻകുട്ടി പോകുന്നത്, പിന്നെ ജില്ലാ സെക്രട്ടറി പോകുന്നത്? ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ട് ഓരോരുത്തരും ഓരോ സ്ഥലങ്ങളിലൊക്കെ തന്നെ അങ്ങ് പോകും. അതൊന്നും വിഭാഗീയമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമില്ല. ഉൾപാർട്ടി ജനാധിപത്യം അനുവദിക്കുന്ന പ്രസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും സമരം ചെയ്യാൻ ആരുടെയും പ്രത്യേക ക്ഷണം ആവശ്യമില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കടകംപള്ളി സുരേന്ദ്രനും കൂട്ടിച്ചേർത്തു. നമുക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും പോവുമായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് വിളിക്കേണ്ട കാര്യമില്ല, ശിവൻകുട്ടിയെ വിളിക്കേണ്ട കാര്യമില്ല, കടകംപള്ളി വിളിക്കേണ്ട കാര്യമില്ല. അത്തരമൊരു സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. വിഭാഗീയതയുടെ വാർത്തകളെ ഒരേ സ്വരത്തിൽ നേതാക്കൾ തള്ളുമ്പോഴും തലസ്ഥാനത്തെ പാർട്ടിക്കുള്ളിലെ ചേരിതിരിവുകൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ വലിയ തലവേദനയാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.